ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. താനൂരിൽ കുടുംബ വഴക്കിനെ തുടർന്ന് തലക്കടിയേറ്റ് തലയോട്ടി തകർന്ന യുവതി ചികിത്സാ സഹായം തേടുന്നു. മൂലക്കൽ സ്വദേശിനി രേഷ്മയുടെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകൾ കനിയണമെന്ന് ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രേഷ്മയുടെ ചികിത്സയ്ക്കായി സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. താനൂർ മൂലക്കൽ സ്വദേശിനി മുത്തംപറമ്പിൽ രേഷ്മ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഏറെ നാളായി ചികിത്സയിൽ തുടരുകയാണ്. കുടുംബവഴക്കിനെ തുടർന്ന് തലയ്ക്ക് മർദ്ദനമേറ്റ് തലയോട്ടി തകർന്ന രേഷ്മയുടെ ചികിത്സയ്ക്കായി ഇതുവരെയും ഏകദേശം 15 ലക്ഷം രൂപ ചെലവായിട്ടുണ്ട്. ഇതിൽ 4.5 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടയ്ക്കാൻ സാധിച്ചത്. ബാക്കി പണമടയ്ക്കാനും തുടർ ചികിത്സയ്ക്കും പണമില്ലാതെ പ്രയാസപ്പെടുകയാണെന്ന് ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ അപകടത്തെ തുടർന്ന്, ഈ അക്രമത്തെ തുടർന്ന് പിതാവ് 2 പക്ഷാഘാതങ്ങൾ, സ്ട്രോക്ക് സംഭവിച്ച് 2 തവണയായി ശരീരം തളർന്ന് വീട്ടിൽ കിടപ്പിലാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കിടപ്പിലാണ്. ഇവരൊരു സഹോദരൻ സംഭവം അറിഞ്ഞ് നാട്ടിലെത്തി ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 15 ലക്ഷം രൂപയോളം ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇവരുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് കാരണം മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ചെലവ് വരികയും അതിൽ 4.5 ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടയ്ക്കാൻ കഴിഞ്ഞത്. ബാക്കി വരുന്ന 10.5 ലക്ഷം രൂപ അടയ്ക്കാൻ വേണ്ടി ആശുപത്രി അധികൃതർ വളരെയധികം വരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റു സർജറി, ഇതിൻ്റെ കൃത്രിമ തലയോട്ടിയും മറ്റു കാര്യങ്ങളും വെച്ച് സർജറി ചെയ്യണമെങ്കിൽ ആ സർജറിക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 20 ലക്ഷം രൂപയോളം ചെലവ് വീണ്ടും വരും. ഇപ്പം തന്നെ 10.5 ലക്ഷം രൂപയോളം ബാധ്യതയുണ്ട്. കുടുംബക്കാരും അതുപോലെ തന്നെ ഇവരുടെ വീടിൻ്റെ ഭൂമി പണയപ്പെടുത്തിയിട്ടൊക്കെ എടുത്ത തുക വെച്ചിട്ടാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്രിമ തലയോട്ടി സ്ഥാപിച്ചുള്ള ശസ്ത്രക്രിയയിലൂടെ മാത്രമേ രേഷ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇത് എത്രയും വേഗം നടത്തുകയും വേണം. ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി ഏകദേശം 20 ലക്ഷം രൂപ ചെലവ് വരും. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന രേഷ്മയുടെ ജീവൻ രക്ഷിക്കാൻ സുമനസ്സുകൾ കനിയണമെന്ന് സഹോദരനടക്കമുള്ള ബന്ധുക്കൾ അഭ്യർത്ഥിച്ചു. രേഷ്മയുടെ ചികിത്സയ്ക്കായി പിതാവ് വേണുവിന്റെ പേരിൽ താനൂർ SBIയിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 4228900013 IFSC കോഡ് SBIN 00702211. സഹോദരൻ രഞ്ജിത്ത്, ബന്ധുവായ ദേവരാജൻ, താനാളൂർ സെഞ്ചുറി നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകരായ PS നാസർ കുന്നത്ത്, സഹദേവൻ, നാസർ മനാർ, ഫൈസൽ താനാളൂർ, K സജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.